Hello, good afternoon. Good afternoon, Miss. പന്ത്രണ്ട് ഏഴായി എന്നിട്ടും എത്ര പേരുള്ള ഉണ്ടായിരുന്നോള്ള കഴിഞ്ഞ ക്ലാസ്സില് 3 പേരുള്ളായിരുന്നോ? ഒരാൾ കൂടി ഉണ്ടായാലും ഇപ്പൊ ഔട്ടായി പോയില്ല. തുഷാര എക്സിറ്റ് ആയി പോയി തോന്നുന്നു. 4 പേരുണ്ടായിരുന്നല്ലോ ക്ലാസ്സില്. ഹലോ, കേക്കണല്ലേ ഞാൻ പറയുന്നത്? കേക്കാം മിസ്. ആ, എത്ര ഉണ്ടായുള്ള? 3 അല്ല 4 പേര്. ഒരു തുഷാര ഇപ്പോ എക്സിറ്റ് ആയി പോയതാണ്. ഇവിടെ ഉണ്ടായിരുന്നു 4 പേരുണ്ടായുള്ളൂ അല്ലേ? 4-5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 2 പേരെ കാണാനില്ല. തുഷാര ഇപ്പൊ ജോയിൻ ചെയ്തതായിരുന്നു, ലീവായി പോയി. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫാർമസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പഠിച്ചത് അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ എടുത്തത് ഫാർമസിനെ കുറിച്ചിട്ടാണ്. ഫാർമസിയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഫാർമസിയുടെ എന്താ പറയാ എന്തൊക്കെയാണ് അവിടുത്തെ ഫങ്ഷൻസ്, അവിടുത്തെ എന്താ പറയാ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഫാർമസിസ്റ്റുകളുടെ നമ്പർ, അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിന്റെ ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ്, പിന്നെ ഡ്രഗ്സ് എപ്പോഴൊക്കെയാണ് നമ്മളത് ഇന്റന്റ് ചെയ്യേണ്ടത്, അവര് സൂക്ഷിക്കുന്ന റെക്കോർഡ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സ്റ്റോറേജിന്റെ എന്താ പറയാ ബേസിസിൽ ഡ്രഗ്സിനെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് പഠിച്ചു നമ്മൾ. ജനറൽ ഡ്രഗ്സ്, നർക്കോട്ടിക്സ്, ഇൻഫ്ലേമബിൾ ആൻഡ് കോൾഡ് സ്റ്റോറേജ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. പിന്നെ മെഡിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട്, എന്തൊക്കെയാണ് ഒരു മെഡിസിന് വേണ്ടി, രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി രോഗികൾ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നടത്തുന്നത്, അത് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഫിനാൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രൈമറി സോഴ്സ് ഏതാണ്, പിന്നെ എന്തൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസുകളാണ് അവിടെ ലഭ്യമാകുന്നത്, പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫിനാൻഷ്യൽ സർവീസസ്. നമ്മൾ ഫാർമസിയിൽ സേവനം ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട എന്താ പറയാ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് 6 പറഞ്ഞിരുന്നു. പിന്നെ എന്താ പറയാ ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നോ? തന്നിട്ടുണ്ടായോ ചോദ്യം? കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കുറച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ചോദ്യം തന്നിട്ടുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോകും. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് ആൻസർ ഒന്ന് പറയാമോ? നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യന്റെ ആൻസർ പറയാം. ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടില്ല, കാരണം അത് നമ്മൾ നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്മളുടെ എന്താ പറയാ ക്ലാസ് കഴിഞ്ഞ ആ നോട്ടിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് തന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കും, ഒന്ന് ആൻസർ ഒന്ന് പറയും. കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? തുഷാര ഒന്ന് വായിക്കാമോ? തുഷാര, which are the classifications of drugs according to the storage? എന്തൊക്കെയാ എഴുതിയത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ്. സ്റ്റോറേജ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡ്രഗ്സിനെ തരംതിരിക്കാം? ഏതായിരുന്നു എഴുതിയ ആൻസേഴ്സ്? General drugs, narcotic drugs, inflammable drugs, cold storage. വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ്. ഇതിൽ ഏതെങ്കിലും ഇങ്ങനെ ആവാം ചോദ്യം, മറിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ആവില്ല ചോദ്യം. എന്തായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് ചോദിക്കും. താഴെ പറയുന്നതിൽ ഏതാണ് സ്റ്റോറേജിന്റെ ബേസിസിൽ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തതിൽ പെടാത്തത് എന്ന് ചോദിക്കാം. അപ്പൊ ചിലപ്പോൾ 3 തരും, ഒരെണ്ണം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തരും. ചിലപ്പോൾ എല്ലാം 3 തരും, അവസാനത്തേത് നൺ എന്ന് പറയും. ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല, തരാത്തതൊന്നുമില്ല, എല്ലാം ഇതിനകത്ത് പെട്ടതാണ്. അപ്പൊ നൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ്. എന്താണ് അതിന്റെ ആൻസേഴ്സ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യം ചോദിച്ചാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ നവമി? സെക്കൻഡ് ക്വസ്റ്റ്യൻ. What is prepared to depicting stock position? What is prepared to depict അല്ലെ? Depict stock position. എന്താണ്? Bin card. കേട്ടില്ല? Bin card ആണ്. ബിൻ കാർഡ് ആണ്.
അതായത് ബിൻ കാർഡുകളാണ് നമ്മൾ സ്റ്റോക്ക് പൊസിഷൻ എടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ സ്റ്റോക്കുകൾ എത്രത്തോളം മെഡിസിൻസ് അവിടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫോം, ഒരു ഫോം എന്ന് പറയാം നമുക്ക് അതിനെ, അല്ലെങ്കിൽ ഒരു ഓർഡർ ഫോം. അതൊരു അവര് എഴുതി വെച്ച റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അവരുടെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്ര ഡ്രഗ്സ് മെഡിക്കൽ ഫാർമസിക്ക് അകത്തോട്ട് വരുന്നുണ്ട്, അവിടുന്ന് എത്ര എണ്ണമൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഇൻപേഷ്യൻസിനോ ഔട്ട് പേഷ്യൻസിനോ വാർഡുകളിലേക്കൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്, ഇനി ബാക്കി എത്ര ഇരിക്കുന്നുണ്ട്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാമോ? ഒരാൾ പോയല്ലോ, ആരത്? ഷാരോൺ വായിച്ചേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Some example narcotic drugs. നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് എഴുതാനാണ്. എന്തൊക്കെ എഴുതിയത്? നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ. അവിടെ ഉള്ളതൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ, പുറത്തുനിന്നൊന്നും വരുമൊന്നുമില്ല ക്വസ്റ്റ്യൻസ്. ഏതാ മോർഫിൻ? കേൾക്കണില്ലല്ലോ ഷാരോൺ. ഷാരോൺ പറയണ്ട, പക്ഷെ ഇങ്ങോട്ട് വന്നില്ല. മോർഫിൻ, പെത്തിഡിൻ അല്ലേ? പെത്തിഡിൻ, പിന്നെ ബാർബിറ്റുറേറ്റ്സ്, അങ്ങനെ വായിക്കണം. ബാർബിറ്റുറേറ്റ്സ് കേട്ടാ. ഓക്കെ, ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിരുന്നോ? ഇല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിന്റെ സം ടോട്ടലൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് എല്ലാം മൊത്തത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിട്ടാ. ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? ഉണ്ടെങ്കിൽ വായിക്കോ അടുത്തത്. തുഷാര, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇനി ഉണ്ടെങ്കിൽ sufficient ventilation is the feature of dash drugs. എന്ത് ഡ്രഗ്സിന്റെ എന്താ പറയാ ഫീച്ചർ ആണ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്? ഏത് തരം ഡ്രഗ്സ് ആണ് നമ്മൾ വെന്റിലേറ്റഡ് റൂമിൽ സൂക്ഷിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണത്? ആൻസർ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. വെരി ഗുഡ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഇനി അടുത്തത് നൗമി, ഇനിയുണ്ടോ? What is HIS? HIS-ന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. ഓക്കെ, ഇനിയുണ്ടോ? dash transcribe the prescription using electronic machines. ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതായത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ്. ഡാഷ് ആണ്. ആരാണത്? ഓക്കെ, നഴ്സസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഇനിയുണ്ടോ? are the sources of finance in a hospital. ഹോസ്പിറ്റലിൽ ഫിനാൻസ് വരുന്ന മാർഗങ്ങൾ, സോഴ്സസ്, സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാ പറഞ്ഞേ? Charge got from the patient and the third party. Research work. Invested endowment funds. Okay. Contribution. Gifts and contributions towards the ജനറൽ ഫങ്ഷണൽ പർപ്പസസ്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസോ ഒക്കെ അതിനകത്ത് പെടും. ഓക്കെ, ഇനിയുണ്ടോ? Shortage cost is one of the problem of dash. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡാഷിന്റെ ഒരു പ്രോബ്ലം ആണ്. ഏതിന്റെയാ? ഫാർമസി സർവീസസ്. ഉത്തരങ്ങൾ ബാക്കിയുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ടോന്ന് നോക്കാം. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്ത് പോകുന്നത്. നോക്കിയേക്കാട്ടാ. അടുത്തത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം. എഴുതിക്കോൾട്ടാ. Dash is the number of units. Dash is the number of units that a company should add to the inventory. Dash is the number of units that a company should add to the inventory to minimize the total cost.
to minimize the total cost. Okay, അടുത്ത question. Which of the following, അടുത്ത question ഏതാ? Which of the following is not a record? Which of the following is not a record kept in pharmacy? ഫാർമസിയിൽ കീപ്പ് ചെയ്യാത്ത റെക്കോർഡുകളിൽ പെട്ടത് ഏതാണെന്ന് താഴെയുള്ളതിൽ താഴെ ഇതാ അതിന് ഓപ്ഷൻസ് വേണ്ടി വരും. ഓപ്ഷൻസ് ഏതാ? ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, വെക്കേണ്ടാത്തതാണ്ടാ ചോദിച്ചേക്കണേ. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഓപ്ഷൻ ഏതാ? ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റൽ ഫോർമുലറി, FORMULARY, ഹോസ്പിറ്റൽ ഫോർമുലറി. നെക്സ്റ്റ് വൺ, ഫോമി ഡാറ്റ, ഇൻഡന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, ഇൻഡന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, ഇൻഡന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. And the last option, none. None. ഇവയൊന്നുമല്ല എന്നാണ്. Next question. അടുത്ത question എഴുതാം. What is the expanded form of FIFO? What is the expanded form of FIFO? FIFO എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതണം. FIFO. അടുത്തത് drugs should be arranged and organized. Drugs should be arranged and organized. Dash in the cabinet. Dash in the cabinet. ക്യാബിനറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഡ്രഗ്സ് സൂക്ഷിക്കേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു. ഡാഷ് ഇൻ ദ ക്യാബിനറ്റ്. അടുത്തത് which are the drugs that are to be stored, STORED, to be stored in deep freezers. In deep freezers. Which are the drugs to be stored in deep freezers? Next one. Dash write the prescriptions. Dash write the prescriptions. Dash writes the prescriptions.
അടുത്തത് the dispensers obtain the medications, obtain the medications from the shelves, 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 shelf in the plural form ആണ് shelves, to the dispensing table as per the dash, എന്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്ത് നോക്കിയിട്ടാണ് മെഡിക്കേഷൻസ് ഒക്കെ മരുന്നുകളൊക്കെ എന്താ പറയാ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ടേബിളിലേക്ക് എന്ത് ഉപയോഗിച്ച്, അത് ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് അത് നോക്കി റെഫർ ചെയ്തിട്ട് അതുപോലെ എടുക്കണേ. അപ്പൊ അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് അത് നിങ്ങൾ വായിച്ച് പഠിച്ചതാണ് നമ്മള്, അതൊന്ന് നോക്കി എഴുതാം. ഓക്കെ, അടുത്തത് what are the things to be checked, THINGS, what are the things to be checked before making indent for patient in HIS, before making indent for patients in HIS. HIS പ്രകാരം പേഷ്യൻസിന്റെ ഇൻഡന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാണെന്നാണ് അറിയാവുന്നതൊക്കെ അങ്ങോട്ട് എടുത്ത് എഴുതിക്കോ. അപ്പൊ ചിലപ്പോ അതിനകത്ത് വരാത്തത് ഏതാണ്, ഇല്ലാത്തത് ഏതാണ്, ഉള്ളത് ഏതാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? which of the following is not included in the role of chief pharmacist, in the role of chief pharmacist, ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളില് പെടാത്തത് എന്നാണ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ അല്ലാത്തത് താഴെ എഴുതാം. To coordinate and cooperate with other departments of the hospital. അതൊന്നാമത്തെ ഓപ്ഷൻസ് പറയേണ്ടി വരും, കാരണം താഴെ പറയുന്നതിൽ ഏതാണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളിൽ അല്ലാത്തതെന്നാ ചോദിച്ചാണ്. സോ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് വേണ്ടി വരും. ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, അത് ഫസ്റ്റ് വൺ. To cooperate and coordinate with the other departments. Second option, inventory control, inventory control, inventory control. Third option, teaching and training of pharmacists, teaching and training of pharmacists. Teaching and training of pharmacists. And the last option, scrutiny of drugs at various points of use. Scrutiny, SCRUTINY, scrutiny of drugs at various points of use. At various points of use. ഇത് ഓരോ ഉപയോഗത്തിന് ശേഷവും ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക. ഓരോ എന്താ പറയാ ഡ്രഗ്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലാതെ മരുന്ന് കൊടുത്ത് വിട്ടതിന് ശേഷം പിന്നെ ആ വഴിക്ക് നോക്കാതെ ഇരിക്കുന്നതല്ല. അതിനേക്കാൾ
അല്ലാതെ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ നടത്തണമല്ലോ. അത് എന്നാലാണ് കൂടുതലും എന്താ പറയാ എഫക്റ്റീവായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അതിന്റെ കൂടി ആൻസേഴ്സ് നിങ്ങളൊന്ന് അടുത്ത ദിവസത്തേക്ക് കണ്ടുപിടിച്ചിട്ട് വരിക. എത്ര ക്വസ്റ്റ്യൻ തന്നു? എത്ര ക്വസ്റ്റ്യൻ തന്നു ഇന്ന്? എത്ര ക്വസ്റ്റ്യൻ തന്നു? 10. ഇന്നിപ്പോ 10 ക്വസ്റ്റ്യൻ. നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളിപ്പോ എത്ര ക്വസ്റ്റ്യൻ മൊത്തത്തിൽ തന്നെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് പറയാമോ? ഈ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മോക്ക് ടെസ്റ്റ് അല്ല, അത് നിങ്ങൾക്ക് ഡെയിലി തരുന്ന 5 ക്വസ്റ്റ്യൻ, അതല്ലാതെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ആകെ എത്ര ഉണ്ടെന്ന് പറയും. ഇന്നിപ്പോ 10 തന്നു, കഴിഞ്ഞ ദിവസം എത്ര തന്നു, അങ്ങനെ മൊത്തം ഫാർമസിയുടെ മാത്രം ഒന്ന് കൂട്ടി പറയൂ. 25. 25 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടോ, മോക്ക് ടെസ്റ്റ് കൂടാതെയാണ്. ദാറ്റ് മീൻസ് ഒരു 15 ക്വസ്റ്റ്യൻസ് 3 ക്ലാസ്സുകളിലായിട്ട് അത് വേറെ ഉണ്ട്. അപ്പൊ മൊത്തം ഒരു 10-40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് അത്ര വലിയ ചാപ്റ്റർ ആയിരുന്നില്ല, നമ്മൾ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്ക് തന്നിരിക്കുന്ന ആ നോട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടുകൾ വായിച്ച് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പരീക്ഷയായിട്ട് വരുന്നില്ലല്ലോ, നിർബന്ധമില്ലല്ലോ അങ്ങനെ വരണമെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി കൂടി വായിക്കാനൊന്ന് അതുകൊണ്ടാണ് ഞാൻ ആൻസർ തരാത്തത്. നിങ്ങൾ അത് പിറ്റേ ദിവസത്തേക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കി ആൻസർ കണ്ടെത്തുമല്ലോ, അപ്പോഴെങ്കിലും അതൊന്ന് വായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആൻസർ മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ഈ കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന പോലെ എഴുതി പഠിക്കും. അത് വേണ്ട, അത് ശരിയായ ഒരു രീതിയല്ലല്ലോ. നമ്മള് കുറച്ചുകൂടിയൊക്കെ വലിയ ആൾക്കാരല്ലേ, അതൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ഇനി നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക്, പുതിയൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോവുകയാണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നിങ്ങളുടെ കയ്യിൽ നോട്ട്സുകൾ ഉണ്ടാവുമായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ചല്ലേ നോട്ട് തന്നേക്കണേ അല്ലേ? നോട്ട്സ് എല്ലാം കൂടി തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. അപ്പൊ ചാപ്റ്റർ നമ്മൾ പരിചയപ്പെടുത്തണമല്ലോ, കാരണം ഓരോ ടീച്ചേഴ്സ് അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് എടുക്കണേ. അപ്പൊ എല്ലാവരുടെയും കൂടി വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അവിടെ തന്നിരിക്കുന്ന നമ്പറിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. നിങ്ങൾ നമ്പറിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ചാപ്റ്ററിന്റെ നമ്പറിനൊന്നും അല്ല പ്രാധാന്യം, ചാപ്റ്റർ ഹെഡിങ്ങിനും ആ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ നമ്പർ എന്ന് പറയുന്നത് വെറുതെ ഒരു ഫാക്ടർ മാത്രമാണ്. അത് നമ്മൾ എന്താ പറയുക, സൗകര്യത്തിന് വേണ്ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്പർ വൈസ് ഒരു ചാപ്റ്റർ എന്താ പറയുക ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഹെഡിങ് വെച്ചിട്ട് എഴുതുക. ചാപ്റ്റർ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നമ്പറോ എന്ത് വേണമെങ്കിലും ഇടാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? എന്താണ് നഴ്സിംഗ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് നഴ്സിംഗ്? നഴ്സിംഗ് ഇറ്റ്സ് എ പ്രൊഫഷൻ അല്ലെ, അതൊരു തൊഴിലാണ്. എന്താണ് ആ തൊഴിൽ എന്ന് പറയുന്നത്? ആ തൊഴിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു തൊഴിലാണ്, ഇറ്റ്സ് എ പ്രാക്ടീസ്, അതൊരു എന്താ പറയാ ഒരു പ്രവൃത്തിയാണ് അല്ലെ. നമ്മള് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. പ്രാക്ടിക്കൽ ഒരു നോളജ് കിട്ടാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ടു കെയർ ദ സിക്ക് പേഴ്സൺസ് ഓർ ദ ഇൽ പേഴ്സൺസ് ഓർ ദ പേഴ്സൺസ് ഹു ആർ ഇൻഫേം എന്നൊക്കെ പറയാം നമുക്ക്. അതായത് സ്വന്തമായിട്ട് എന്താ പറയാ സ്വയം നമുക്ക് എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ളവരെ, രോഗമുള്ളവരെ അല്ലെ, രോഗികളായവരെ ഒക്കെ ചികിത്സിക്കുക, അവർക്ക് കൂടുതൽ ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ള ഒരു തൊഴിൽ. അതൊരു തൊഴിലായിട്ടും പ്രാക്ടീസ് ആയിട്ടും കൊണ്ടു നടക്കുന്ന ആ ഒരു പ്രൊഫഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നഴ്സിംഗ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ നഴ്സിംഗ് എന്ന് പറയുന്നത് അതാണ്. മാത്രമല്ല ഇതിനെ നമുക്ക് പറയാം, ഇത് എന്താ പറയാ, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഹെൽത്ത്. ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതിനകത്ത് ആ ഒരു പ്രവൃത്തിയിൽ എന്ത് വിടും? ഇറ്റ്സ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. അത് നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെ, അതിനെ ആരോഗ്യപരമായിട്ട് നിലനിർത്തുക അല്ലെ, ആരോഗ്യപരമായിട്ട് ഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് ഒരു വ്യക്തിയെ നിർത്തുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ അറിയാം, ആ ഹെൽത്ത് ആരോഗ്യപരമാകണമെങ്കിൽ വി ഷുഡ് പ്രിവെന്റ് ഓൾ ടൈപ്സ് ഓഫ് ഇൽനെസ്. അതിനകത്ത് ആ ശരീരത്തില് ആ ഹെൽത്തി ആയിട്ട് നിർത്തണമെങ്കിൽ അവിടെ ഇൽനെസ് പാടില്ല. അപ്പൊ ഇൽനെസ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കി ബൈ ഗിവിംഗ് മോർ കെയർ ഫോർ ദാറ്റ് ഇൽനെസ്, ആ ഇൽനെസിനെ ഭേദമാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കെയറിങ് കൊടുത്തു. മാത്രമല്ല അത് കെയറിങ് കൊടുക്കുമ്പോൾ ഇൽനെസ് മാത്രമല്ല കേട്ടോ, ചിലപ്പോ ഇൽനെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാം.
എന്നാൽ ഇത് കൂടാതെ ഡിസേബിൾഡ് ആയിട്ടുള്ള, അത് ചിലപ്പോൾ ജന്മന ഉണ്ടായതാകും, ഇടയ്ക്ക് വെച്ചുണ്ടായാൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും, അതുപോലെ ഫോർ ദ ഡൈങ് പീപ്പിൾ, അതായത് മരിക്കാൻ കിടക്കുന്നവർക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ കെയർ, ഇതൊക്കെ ഇതിനകത്ത് പെടും. അപ്പൊ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്, ഇൽനെസ് കെയർ എന്താ പറയാ പ്രിവെന്റ് ചെയ്യാന്നുള്ളതുണ്ട്, കെയറിംഗ് ഫോർ ദ ഇൽനെസ് ആൻഡ് ഡിസേബിൾഡ് ആൻഡ് ഓൾസോ ദ ഡൈങ് പീപ്പിൾ. ഇതെല്ലാമാണ് എന്തിന്റെ ഫംഗ്ഷൻ, ഒരു നഴ്സിംഗ് എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ. നഴ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഫഷൻ ഓർ എ പ്രാക്ടീസ് വിച്ച് പ്രൊവൈഡ്സ് ഹെൽത്ത് കെയർ ടു സിക്ക് ആൻഡ് ഇൻഫേം പീപ്പിൾ. സിക്ക് ആയിട്ടുള്ളവർക്ക്, ഇൻഫേം ആയിട്ടുള്ളവർക്ക് കെയർ കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിന്റെ ഒരു തൊഴിൽ, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ നഴ്സിംഗ് എന്ന് വിളിക്കുക. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നഴ്സിംഗിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മലയാള വാക്കിന്റെ അർത്ഥം എന്ത് പറയാൻ പറ്റും? മലയാളത്തില് അഡ്മിനിസ്ട്രേഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താ കേട്ടിട്ടില്ല നിങ്ങളാരും? അഡ്മിനിസ്ട്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ അത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? യു ആർ ദ പീപ്പിൾ ഹു അഡ്മിനിസ്റ്റർ എ ഹൗസ്. നമ്മൾ എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരു വീടിനെ മൊത്തത്തില് ഒന്ന് ഭരിക്കുന്ന ആളാണ് അല്ലേ? അല്ലേ? ആണോ? ഒരു നമ്മളുടെ ഒരു നോട്ടം എല്ലായിടത്തും വേണമല്ലോ അല്ലെ? നമ്മുടെ വീട്ടിലെ കുടുംബനാഥന്മാരുണ്ടായിരിക്കാം, പക്ഷെ അവരാണല്ലോ ഭരിക്കുന്നത്. പക്ഷെ ഭരണം അവരുടേതാണ്, പക്ഷെ എങ്കിലും നമ്മളുടേതായ ഒരു മേൽനോട്ടം എല്ലായിടത്തും വരണം, എല്ലാ മേഖലകളിലും. ഒരു വീടിനെ വീടാക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നറിയാം. ഒരു വീട്ടിലേക്ക് വരുമാന മാർഗം കൊണ്ട് തരുന്ന ഇത് മാത്രമല്ല ഒരു വീടിന്റെ പ്രവർത്തനങ്ങൾ, ഡേ ടു ഡേ അഫയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അതല്ലാതെ അതായത് ഒരു എന്താ പറയാ ഇൻകം ഇല്ലാതെ എന്താ പറയാ ജോലി ചെയ്യുന്നവരാണ് ശരിക്കും വീട്ടമ്മമാരെന്ന് പറയുന്നത്. ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പൊ അതൊരു നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് ഒരു വീട്ടിൽ എന്നാൽ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് എ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി. കാരണം എന്താ, അവിടെ ആരും അവർക്ക് ശമ്പളം ഒന്നും കൊടുക്കുന്നൊന്നുമില്ല അല്ലെ? അപ്പൊ ഇതുപോലെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു മേൽനോട്ടം അവരവരുടെ കണ്ണുകളിൽ എത്തുക എന്നുള്ളതാണ്. നഴ്സിംഗിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് വാട്ട് ഈസ് നഴ്സിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ചേക്കാം. നഴ്സിംഗ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കാൻ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. എന്നിട്ട് അതിന്റെ താഴെ നഴ്സിംഗ് എന്ന് എഴുതാം. എന്നിട്ട് ഒരു ഷോർട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതി വെക്കാം. നഴ്സിംഗ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. ദ പ്രൊഫഷൻ ഓർ പ്രാക്ടീസ്, ദ പ്രൊഫഷൻ ഓർ പ്രാക്ടീസ്, profession or practice of providing care for the sick and infirm, for the sick and infirm. For the sick and infirm. Full stop. It includes the promotion of health. Promotion. PROMOTION. Promotion of health, comma, prevention of illness. Promotion of health, prevention of illness, comma, care for ill, care, CARE, care for ill രോഗികൾക്ക്, comma, disabled and dying people, DYING, and dying people. ഓക്കെ, അപ്പൊ അതാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വീണ്ടും അവർ ഒരു ഇൻട്രൊഡക്ഷനിൽ നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫേഴ്സ് സർവീസസ് ടു ദ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് ദ പീപ്പിൾ എന്നാണ് പറഞ്ഞേക്കണേ. അതായത് നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ഹെൽത്തിനും അതുപോലെ തന്നെ ആളുകളുടെ, വ്യക്തികളുടെ, മനുഷ്യന്മാരുടെ ക്ഷേമത്തിനും വെൽബീങ് പ്രോപ്പറായിട്ട്, അതായത് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും അല്ലെ? അപ്പൊ ആളുകളൊക്കെ വളരെ സുഖമായിട്ട് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സേവനം, അതായത് ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ്. അപ്പൊ ഹെൽത്തിന് ബെനിഫിറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആളുകളുടെ, വ്യക്തികളുടെ വെൽബീങ്, അവരുടെ
നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഓരോ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രൊഫഷൻ ഓഫർ ചെയ്യുന്ന ഒന്നാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അപ്പൊ എന്തായിരിക്കും? ഇറ്റ്സ് എ ലീഡർഷിപ്പ് പൊസിഷൻ. അതായത് ഈ നഴ്സുകളൊക്കെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ മെജോറിറ്റി ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കും. ഹാർട്ടുമായി ബന്ധപ്പെട്ടതാകാം, ഓർത്തോ വിഭാഗം ഉണ്ടായിരിക്കാം, ENT വിഭാഗം ഉണ്ടായിരിക്കും, ഒത്തിരി വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ എല്ലാ വിഭാഗങ്ങളെയും ഓരോ ഡോക്ടേഴ്സ് ഒന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്ന 1-2 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ രാവിലത്തെ ഷിഫ്റ്റിൽ കുറച്ച് സമയം വർക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ വരുന്നു, ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ വേറെ ഡോക്ടർ വരുന്നു, അവർ മാറി മാറി വരുന്നു. അതായത് 1-2-3 ഡോക്ടേഴ്സ് ഒക്കെ ഒരു ഡെയിലി വന്നിട്ട് പോകുമ്പോൾ there are many other staffs who is known as nurses. അല്ലെ, നേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, അതൊരു ലാർജ് ഏരിയ എന്താ പറയാ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ഒത്തിരി നഴ്സസ് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യം വരും. ചീട്ടെടുത്ത് കൊടുക്കുന്നിടത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ടോ മരുന്നെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ പേഷ്യൻസിനെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു എന്താ പറയാ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തോന്നിയ പോലെ നമ്മൾ ഡോക്ടർ അകത്തിരുന്ന് വിളിക്കുന്നു, പുറത്ത് നിൽക്കുന്ന രോഗികൾ ആരാണ് അടുത്തത് കയറേണ്ടത് എന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ലാർജ് എന്താ പറയാ മെജോറിറ്റി പാർട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ നഴ്സുമാരുണ്ടായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സം ലീഡർഷിപ്പ് പൊസിഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനെയാണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ നഴ്സുമാരൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ലീഡർ എന്നതുപോലെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരാളോ വ്യക്തികളോ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവരെ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പഠനം, അതിനെയാണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാത്രമല്ല ഇറ്റ് വിൽ ബി, അതിനെ നമുക്ക് ഇങ്ങനെ കൂടി പറയാം, കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ചാർജ് ഓഫ് മേക്കിംഗ് ആൻഡ് അപ്ലൈയിങ് ലോസ് ആൻഡ് നോംസ്. അതായത് ഒരു ഹോസ്പിറ്റലില് രോഗത്തിന്റെ ചികിത്സയ്ക്കായിട്ട് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് രോഗികളോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നു. മാത്രമല്ല രോഗികൾ വരിക എന്നുള്ളത് മാത്രമല്ല, നഴ്സുമാരെ തന്നെയാണെങ്കിലും അവരെ അപ്പോയിന്റ് ചെയ്യുന്നു, അവരെ ആരെയൊക്കെ എടുക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ഓരോ നഴ്സുകളെ വിടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇറ്റ് മേ ബി എ കളക്ഷൻ ഓഫ് ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ചാർജ്. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു ആളുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കൂട്ടം ആളുകൾ ബൈ അപ്ലൈങ് സം ലോസ് ആൻഡ് നോംസ്, ചില നിയമങ്ങളിലൂടെ, ചില രീതികളിലൂടെ, ചില പ്രൊസീജിയേഴ്സിലൂടെ എന്ത് ചെയ്യുന്നു, ഇവരെ സെലക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എന്താ പറയാ ഗ്രൂപ്പിനെയും നമുക്ക് എന്ത് വിളിക്കാം, അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം. അഡ്മിനിസ്റ്റർ അത് ഇവിടെ മാത്രമല്ല, നഴ്സിംഗിൽ മാത്രമല്ല, ഒരുപാട് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ഥാപനമാണെങ്കിൽ ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, ഭരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പൊ പല വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കോളിംഗ് സെക്ഷൻ ഉണ്ട്, ടെക്നിക്കൽ വിഭാഗമുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ ഇവരെല്ലാം കറക്റ്റ് അവരവരുടെ ജോലികളൊക്കെ കൃത്യമായിട്ടൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നതിന് അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും ഉള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എല്ലാം എന്ത് വേണം, ഹോസ്പിറ്റലിലും ഇത്തരം അഡ്മിനിസ്ട്രേഷൻസ്, നഴ്സുകളെ ആയാലും അവരെയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് വളരെ അക്കോർഡിംഗ് ടു ദ ലോസ്, അതാണ് പറഞ്ഞത് ലോസ് ആൻഡ് നോംസ് ആണ്. അതായത് ഹോസ്പിറ്റൽസിന്റെ നിയമങ്ങൾക്കും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ ഒരു ലീഡർഷിപ്പ് ആയിട്ട് കൊണ്ട് നടന്ന് ഇതൊക്കെ മാനേജ് ചെയ്യുക. പല ഇമ്പോർട്ടന്റ് ടാസ്കുകൾ ഒരു ഹോസ്പിറ്റലിൽ നടക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ടാസ്ക് മേ ഇൻക്ലൂഡ് 2 ടാസ്കുകളാണ് ഒരു ഹോസ്പിറ്റലിൽ നഴ്സസിനെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. അത് 2 ഒന്ന് സ്റ്റാഫിംഗ് ആണ്, മറ്റൊന്ന് സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗും സ്റ്റാഫിംഗ് പ്രോസസ്സും ആണ് ദാറ്റ് ആർ ദ ഇമ്പോർട്ടന്റ് ടാസ്ക്. ഈ 2 ടാസ്കുകൾ എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതിൽ 2 ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. ഒന്ന് സ്റ്റാഫിംഗ്, ഒന്ന് സ്റ്റാഫിംഗ് പ്രോസസ്സ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ പറയുകയാണെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? To choose, to analyze, to search or to coordinate many people or employees to the hospital. ആ ഹോസ്പിറ്റലിലേക്ക്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ട്. നഴ്സിംഗിന്റെ പല വിഭാഗങ്ങളായിട്ട് ഒത്തിരി നഴ്സസിനെ ആവശ്യമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് അവരെ ചൂസ് ചെയ്യുക, അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക, അവരുടെ വർക്ക് എൻവയോൺമെന്റിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക. ആ വർക്ക് എൻവയോൺമെന്റിൽ ഒരുപാട് മറ്റ് എംപ്ലോയീസ്
പ്രസന്റ് ആയിരിക്കാം, അറ്റ് പ്രസന്റ് എംപ്ലോയീസും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എംപ്ലോയീസുമായിട്ട് അവരെങ്ങനെ ഇടപഴകും, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കലാണ് ഏതെന്ന് പറയാ, സ്റ്റാഫിംഗ് എന്ന് പറയാം. എന്നാൽ ബിയോണ്ട് ദാറ്റ്, സ്റ്റാഫിങ്ങിനേക്കാൾ പുറമെ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഏതാണെന്ന് അറിയാമോ? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഫ്രം ദിസ് അവൈലബിൾ നഴ്സിംഗ് സ്റ്റാഫ്, ഇവര് അതായത് സ്റ്റാഫിംഗിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി നമ്മൾ കൊണ്ടുവന്ന് അലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് എടുക്കാൻ പോകുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്ന്, പീപ്പിൾ, അതായത് നഴ്സുമാരിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുമ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം, സെലക്ട് ഒക്കെ ചെയ്തത് സ്റ്റാഫിംഗിലാണ്, സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ദിസ് എംപ്ലോയീസ് ഓർ ദീസ് നഴ്സസ് ഹൗ ദേ ക്യാൻ ബി യൂസ്ഡ്, മാക്സിമം യൂസ്ഡ് ബൈ അവർ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവരെയൊക്കെ എങ്ങനെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം? എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബൈ അലോട്ടിംഗ് റൈറ്റ് പേഴ്സൺസ് ടു ദ റൈറ്റ് പൊസിഷൻ. ഇവരെയൊക്കെ കൃത്യമായ സ്ഥലത്ത് നിയോഗിക്കുമ്പോഴാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനാണ് ഇന്ന നഴ്സിന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, പ്രാക്ടിക്കൽ നോളജ് ഉള്ളത്, അല്ലാതെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഒരു ഹ്യൂമാനിറ്റി അല്ലെ, ഒരു കൈൻഡ്നെസ്, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പേഷ്യൻസിനെയാണ്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ രോഗികളാണ്. രോഗികളുടേതായിട്ടുള്ള പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ വളരെ നീറ്റ് ആൻഡ് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണോ? ഏതൊക്കെ രോഗത്തിന്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് രോഗികളിലുള്ള വിഭ്രാന്തികൾ കൂടും, അതനുസരിച്ച് അവരുടെ പ്രവൃത്തിയിൽ അതൊക്കെ റിഫ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണോ? ഏത് ജോലിയിലാണ്? ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിലാണ് വർക്ക് ചെയ്യേണ്ട ഒരു നഴ്സ് എന്ന് പറയുക, അവർക്ക് അവിടെ തന്നെയാണ് അലോട്ട് ചെയ്തേക്കണേന്ന് നോക്കുക. അല്ലാതെ അതിൽ കൂടുതൽ ഇപ്പൊ ഒരു കാത്ത് ലാബില് അവിടുത്തെ മെഷീൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, അത്തരം കാർഡിയോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയി സാധാരണ നഴ്സുമാരെ അവിടെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം റൈറ്റ് പൊസിഷനിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നഴ്സുമാരെ കൊണ്ടുവന്ന് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്, മാൻ പവേഴ്സിനെ എന്താ പറയാ അലോക്കേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരിക. സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഒരു കാര്യം ഓർക്കുക, രണ്ടും ഒന്ന് തന്നെയല്ല, രണ്ട് വ്യത്യസ്തമാണ്. സ്റ്റാഫിംഗില് അവിടെ നഴ്സ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്നു, അവരെ ചൂസ് ചെയ്യുന്നു. അവര് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ മേക്കിംഗ് ഇന്റർവ്യൂസ്, അതായത് എക്സാമുകളിലൂടെയോ അല്ലെങ്കിൽ പരീക്ഷകളോ ഇന്റർവ്യൂസ് ഒക്കെ നടത്തി അവരെ ചൂസ് ചെയ്യും. ചൂസ് ഒക്കെ ചെയ്യുന്നത് മാത്രമേ ആ ഒരു പൊസിഷൻ അവിടെ നിന്നു, അതായത് സ്റ്റാഫിംഗിൽ നിന്നു. അതിനുശേഷം സ്റ്റാഫിംഗ് പ്രോസസ്സിലാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ മാൻ പവറിനെ റൈറ്റ് പൊസിഷനിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ നീഡഡ് ഫോർ ദ പേഷ്യന്റ്. അതായത് ഓരോ പേഷ്യൻസിനും എന്തൊക്കെ ആവശ്യങ്ങളാണ് ഒരു നഴ്സിൽ നിന്ന് വേണ്ടത്, അതനുസരിച്ച് അവരെയൊക്കെ സെലക്ട് ചെയ്യുക ആൻഡ് അപ്പോയിന്റ്. നിലവിലുള്ള ആപ്ലിക്കൻസിൽ നിന്ന് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ്സ്. രണ്ടും രണ്ടാണ്. സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ്സ് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതില് സ്റ്റാഫിംഗ് തീരുന്നിടത്തുനിന്ന് സ്റ്റാഫിംഗ് പ്രോസസ്സ് ആരംഭിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവോ? ആ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. രണ്ട് പാരഗ്രാഫേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് പാരഗ്രാഫില് ആദ്യം പറഞ്ഞു എന്താണ് നഴ്സിംഗ് എന്ന് പറഞ്ഞു, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. ആ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നഴ്സുകളെ മൊത്തത്തിൽ ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിനകത്ത് രണ്ട് ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ് സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ്സും രണ്ട് ഡിഫറെന്റ് ആണ്. സ്റ്റാഫിംഗ് എവിടെ തുടങ്ങി എവിടം വരെയാണ്, സ്റ്റാഫിംഗ് പ്രോസസ്സ് അതിനുശേഷം വരുന്നതാണ്. അത് രണ്ടുമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി വേഗം. നോട്ട്സ് കാണാൻ പറ്റണല്ലേ? കയ്യിൽ നോട്ട് ഉള്ളവര് അതിൽ നോക്കി വായിക്കാം. പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ടുള്ളവര് അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് നോക്കി വായിക്കാം. വായിച്ച് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ.
കഴിഞ്ഞോ വായിച്ച്? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ വായിച്ചെത്തിയില്ലേ അവിടെ വരെ? ഹലോ, നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഞാനും മിണ്ടില്ല കേട്ടോ. കഴിഞ്ഞ മിസ്. കഴിഞ്ഞു. ആരെങ്കിലും ഉത്തരം പറയട്ടെ എന്ന് വിചാരിക്കണ്ട. നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞില്ല, അതെ ഇന്നത് മനസ്സിലായില്ല, ഇന്ന സെന്റൻസ് എന്താണ് അതൊന്നുകൂടി പറയോ എന്നൊക്കെ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ചോദിക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് വൺ മാൻ ഷോ കളിക്കുന്ന പോലെ ആയി പോവില്ലേ? ഒരാൾ മാത്രം ഇവിടെ ഇരുന്ന് സംസാരിക്കുക, നമ്മളും തമ്മിൽ ഒരു ബന്ധുവില്ലാത്ത പോലെ അപ്പുറം ഇരിക്കുക. അതൊക്കെ നല്ല രീതിയിലല്ലല്ലോ. അതല്ലേ നമ്മള് ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിലായിരിക്കണം ക്ലാസ്സുകളായാലും പോണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയോ, അതൊക്കെ ചെയ്യാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നോക്കാം. അപ്പൊ എന്താണ് നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് ആർ ഡിഫറെന്റ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ സ്റ്റാർട്ട്സ് ഫ്രം സെർച്ചിങ് ഓഫ് മാൻ പവർ. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്ര മാൻ പവർ എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അതായത് നഴ്സുമാരൊക്കെ എത്ര ആളുകൾ അല്ലെങ്കിൽ ആരൊക്കെ വേണം എന്നുള്ളത് സെർച്ച് ചെയ്യുക, അത് ചൂസ് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസുകൾ മറ്റു കാര്യങ്ങൾ പ്രാക്ടിക്കൽ നോളജ് ഒക്കെ അനലൈസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് എന്താ പറയാ അവരെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗിൽ വരിക. ഈ സ്റ്റാഫിംഗ് കഴിഞ്ഞിട്ടാണ് സ്റ്റാഫിംഗ് പ്രോസസ് വരിക. അപ്പോയിന്റ്മെന്റിന് ശേഷം ഈ മാൻ പവറിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സുമാരിൽ നിന്ന് എന്ത് ചെയ്യണം? അവരെ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് ആളുകളെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുക. ആൻഡ് എത്രത്തോളം പേഷ്യന്റ് കെയർ ഓരോ പേഷ്യൻസിന് വേണം എന്നുള്ളതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി വേണം പേഷ്യൻസിന്റെ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് അല്ലാത്ത ചില രണ്ട് കാര്യങ്ങളാണ് ഈ സ്റ്റാഫിംഗിൽ ഉൾപ്പെടുന്നത്. സ്റ്റാഫിംഗിൽ വരുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. ഒരു രോഗിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു നഴ്സിനെ ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും വിഭാഗം, ഇപ്പൊ എന്താ പറയാ ICUല് നമുക്ക് നഴ്സുമാരെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് കൊടുക്കാം. ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ ആണല്ലോ. അപ്പൊ കുറച്ച് ദിവസം ഇങ്ങനെയാണെങ്കിൽ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ ICUല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കെയറിംഗ് ആണ് അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇതിന്റെ ബാക്കി ഭാഗത്ത്. അപ്പൊ ഏത് രീതിയിലുള്ള കെയറിംഗ് ആണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം അവരുടെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കെയറിങ്, അവർക്ക് ഏത് രീതിയിലുള്ള കെയറിംഗ് ആണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കെയർ കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം സ്റ്റാഫിംഗ് പ്രോസസ്സ് നടത്താനായിട്ട്. ഇനി അടുത്ത എന്താ? സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ആപ്ലിക്കന്റുകൾ എന്ന് വെച്ചാൽ എത്ര ആപ്ലിക്കൻസ് ആണോ ഇവിടെ തന്നിരിക്കുന്നത് നഴ്സ് ആവാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള, അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിലേക്ക് ആവശ്യമുള്ള നഴ്സസിനെ സെലക്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ രണ്ട് പ്രോസസ്സാണ്. അതാണ് ഡെഫിനിഷനിൽ നിന്ന് വന്നേക്കുന്നതാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വന്നിരിക്കുന്ന രണ്ട് ഡെഫിനിഷനിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് പോയിന്റ് ആണ്. ഒന്ന്, റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് കെയർ ടു ബി ഗിവൺ ടു ദ പേഷ്യൻസ്. എത്രത്തോളം കെയറിങ് ഏത് അളവിൽ കൊടുക്കണം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക പേഷ്യന്റിന്. അതിനുശേഷം അതിൽ നിന്ന് നിലവിലുള്ള ആപ്ലിക്കൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുക. ഈ രണ്ട് രീതിയിലുള്ള ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് ആണ് ഏതിനുള്ളത്? ഈ പറയുന്ന സ്റ്റാഫിംഗ് പ്രോസസ്സിന് ഉള്ളത്. ഇനി ഈ നമ്മളുടെ എന്താ പറയാ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, എന്തിനാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട എയിം, അതായത് ലക്ഷ്യം. എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ആൻഡ് ബേസ്ഡ് ഓൺ 3 എലമെന്റ്സ്. പ്രധാനമായിട്ടും 3 ബേസിക് എലമെന്റിലാണ് ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചിട്ടുള്ള 3 പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒന്ന്, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. എന്ത് ചെയ്യണം? ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. വെറുതെ നഴ്സാണ്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയല്ല, ക്വാളിഫൈഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ കെയറിംഗ് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഹൈ ക്വാളിറ്റി നഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഏതിന്റെ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആളുകളിൽ നിന്ന് അതുകൂടി മനസ്സിലാക്കി വേണം അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത എന്താണ്? ഒരു സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ ഫോർ ദ നോളജ് ഓഫ് ദെയർ ഓൺ സ്കിൽ. അതായത് ഇപ്പൊ ഒരു നഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത്
അവര് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് എന്ന് വെച്ചാൽ അവരുടെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രം അത് മാത്രമല്ല, ബട്ട് ഇൻ ഫ്ലെക്സിബിൾ വേ എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ഒരു അയഞ്ഞ മട്ടില്, അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പേഷ്യൻസിന്റെ അടുത്തൊക്കെ ചെന്നിട്ട് കൈകാര്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല രീതിയിൽ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ട്. രോഗികളോട് ഇടപഴകുന്ന രീതിക്കും എന്താ പറയാ, നമുക്കറിയാം രോഗികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരുപാട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട രോഗികളുണ്ടായിരിക്കും. അവർക്ക് കിടന്ന കിടപ്പിൽ നിന്നൊന്നും ചെറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികളുണ്ടായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ, അവർക്ക് കൊടുക്കേണ്ട കെയറിങ് എങ്ങനെയാണ്, എഴുന്നേറ്റ് ഓടി നടന്ന് അവിടെ ഇവിടെ സ്വന്തം കാര്യമൊക്കെ ചെയ്യുന്ന, ഓടി നടന്ന് യാതൊരു പ്രശ്നം നമുക്ക് എന്താ പറയാ പ്രത്യക്ഷത്തിലില്ല. അതായത് ഫിസിക്കലായിട്ട് നമുക്ക് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആള് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർക്ക് കൊടുക്കേണ്ട കെയറും രണ്ടാണ്. രണ്ടും ഭയങ്കര എന്താ പറയാ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിടക്കുന്ന ഡിഫറൻസ് ആണ് ഇവർക്ക് തമ്മിൽ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന കെയറുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്ന എന്താ പറയാ കെയറിങ്ങും ആൻഡ് ഓൾസോ ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ആ ജോലി ചെയ്യുന്നത് കൊണ്ട് ആ നഴ്സിനും എന്തുണ്ടായിരിക്കണം, ആ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയൊക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ദേ ക്യാൻ ബൈ ദാറ്റ് വേ ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. ആ ഒരു കെയറിങ് കൊടുത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ജോലികളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്ത്, ബട്ട് ഇൻ എ ഫ്ലെക്സിബിൾ വേ, ഒരു അയഞ്ഞ മട്ടിലൊക്കെ നമ്മൾ അത് ചെയ്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ്. അത് എന്ത് വർദ്ധിപ്പിക്കും? ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കും. ആൻഡ് ഓൾസോ മാത്രമല്ല ഹിസ് ഓർ ഹെർ നോളജ് ആൻഡ് സ്കിൽ, ആ ആളുടെ അറിവും കഴിവും അതോടൊപ്പം വർദ്ധിക്കും. കാരണം ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറയാ മറ്റ് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ ഈ ചെയ്യുന്ന ജോലി എല്ലാ ദിവസവും മാറി മാറി ഇത്തരം ഓരോ ഷിഫ്റ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചോ മാറി മാറിയൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടാനും കൂടുതൽ നമുക്കറിയാം ഇന്ന് രോഗങ്ങളുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, പണ്ടുണ്ടായിരുന്ന പോലെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കുറച്ച് ജോലി എന്താ പറയാ അസുഖങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷെ ഇന്നല്ല, ഇന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൽനെസ് ആണ് വരുന്നത് ആളുകൾക്ക്. നമ്മൾ ഇന്ന് കേൾക്കാത്ത രീതിയിലുള്ള രോഗങ്ങളൊക്കെ ചിലപ്പോൾ പുതിയതായിട്ട് പിടിക്കപ്പെട്ട് വരുന്ന രോഗങ്ങൾ, അത് കൂടുതലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. എക്സസൈസ് ഇല്ലായ്മ, ഫുഡ് ഹാബിറ്റ്സ്, എളുപ്പം നമ്മൾ എന്താ പറയാ ജോലിക്കൊക്കെ പോകണമെങ്കിൽ രാവിലെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകുക, അല്ലെങ്കിൽ എന്താ പറയാ വിശന്നിരിക്കുക, അങ്ങനെയൊക്കെ. അത് ഈ ഹാബിറ്റുകളൊക്കെ മാറുന്നത് കൊണ്ടും നമ്മളൊക്കെ വളരെ ബിസി ആയതുകൊണ്ടും ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുക, ഒരുപാട് നമ്മൾ അറിയാത്ത, നമ്മൾ കേൾക്കാത്ത, ഇതുപോലെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില പേരുകളൊക്കെ എന്താ പറയാ മനോഹരമായ പേരുകളൊക്കെ നമ്മളുടെ രോഗങ്ങൾക്ക് ഡോക്ടർമാർ വിളിക്കുന്നത് കേൾക്കാം. സോ ദേ ഹാവ് ടു ഇന്നോവേറ്റ് ന്യൂ മെഡിസിൻസ്. അപ്പൊ അവര് പുതിയ മെഡിസിൻസ് കണ്ടെത്തണം. അപ്പൊ ഈ പുതിയ കാര്യങ്ങൾ നഴ്സുമാർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എവിടെ നിന്ന്? ഹോസ്പിറ്റൽസിൽ. സോ ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ്. അപ്പൊ അവർക്ക് അവരുടെ അറിവുകൾ കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പണ്ട് എന്ത് പഠിച്ചു അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, കൂടുതൽ അറിവ് നേടാനും അവരുടെ സ്കിൽ വർദ്ധിപ്പിക്കുവാനും എന്തിനു പറ്റും? ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പറ്റും. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ, നഴ്സിംഗ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. 2, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് ബട്ട് ഒരു ഫ്ലെക്സിബിൾ മാനറിൽ എൻവയോൺമെന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ആസ് വെൽ ആസ് ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അവരുടെ നോളജും സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇനി മാത്രമല്ല, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസ് ആൻ എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. അങ്ങനെ വരുന്നതുകൊണ്ട് ഇവരിടയ്ക്കിടയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, നഴ്സസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് സർവീസസ് ആ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്കണോമിക്കൽ മാനറിൽ, ഒരു ഫ്രൂഗൽ മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്കൽ മാനർ, ഒരു മിതമായ നിരക്കിൽ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമ്മൾ ഏത് ജോലിയായാലും അങ്ങനെ തന്നെയാണ്. ജോലിക്കാരെ നിയമിച്ചു കഴിഞ്ഞു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് എന്താ പറയാ നോക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ അത് ജോലി ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടി ഈ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നത് കൊണ്ട് ദേ ക്യാൻ ഇംപ്രൂവ് ആ നഴ്സസിന്റെ ക്വാളിഫിക്കേഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി എ പ്രോഫിറ്റബിൾ ടു ദ ഹോസ്പിറ്റൽ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് ഈ നഴ്സസിനുള്ള ഉണ്ട്. സോ ദേ ഹാവ് ടു ബി അഡ്മിനിസ്റ്റേർഡ്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് തന്നെയാണ്
മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള 3 ബേസിക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട എലമെന്റുകളാണ് നമ്മൾ പറഞ്ഞത്. വായിച്ചു നോക്കിയേ. 3 പ്രധാനപ്പെട്ട എലമെന്റും പിന്നെ സ്റ്റാഫിങ്ങിന്റെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് 2 ആക്ഷൻസുമാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞില്ലേ? വായിച്ചേ. കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാഫിങ്ങിന്റെ പ്രധാനപ്പെട്ട എലമെന്റുകൾ 2 പ്രധാനപ്പെട്ട എലമെന്റുകളാണ് സ്റ്റാഫിങ്ങിനുള്ളത്. ഒന്ന്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം, അവരുടെ ക്വാളിറ്റി, ഗുണങ്ങൾ. ഇതാണ് ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സസ്. അതായത് നഴ്സുമാർക്ക് കൊടുക്കുന്ന, അവർക്ക് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാൾ പുറമെ എങ്ങനെയാണ് ദേ ഹാവ് ഗിവൺ സം ട്രെയിനിങ്, അവർക്ക് ഏത് രീതിയിലുള്ള പരിശീലനങ്ങളാണ് നൽകിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ സർവീസ് ദേ ആർ ഗോയിങ് ടു മേക്ക്. അവർ ചെയ്യാൻ പോകുന്ന ജോലികൾക്ക് അവരെ എങ്ങനെ മോൾഡ് ചെയ്തിട്ടുണ്ട്, എന്ത് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതാണ് ആ ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും, എന്നതിനെ ബേസ് ചെയ്തിരിക്കും എന്ത് ക്വാളിറ്റി ഓഫ് നഴ്സസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സസ്. നഴ്സുമാരുടെ എണ്ണവും അതുപോലെ തന്നെ അവരുടെ ഗുണങ്ങളും. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സസ് ഫോർ ദ കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ഗോയിങ് ടു ഗിവൺ, അല്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഡു ഫോർ, അല്ലെങ്കിൽ റെഡി ഫോർ. അവർ ചെയ്യാൻ പോകുന്ന ജോലിക്ക് അവർ കൊടുക്കുന്ന സേവനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആശ്രയിക്കുന്നത് ദ വേ ഓഫ് ട്രെയിനിങ് ഗിവൺ ടു ദം. അവർക്ക് കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ട്രെയിനിങ് രീതി അനുസരിച്ചിട്ടാണ്. ബുക്കിൽ കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസം മാത്രം പോരാ, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും എക്സ്ട്രാ അവർക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ഈ നഴ്സിംഗ് പ്രോസസ്, നഴ്സിംഗ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു, ജോലി കിട്ടി കഴിഞ്ഞാൽ തീരുന്നില്ല. അവിടെ അവരുടെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ. കാരണം പല പേഷ്യൻസിനെയും കാണുകയും അവരോടൊത്ത് ഇടപെടുകയൊക്കെ ചെയ്ത് അവരെ പഠിക്കുകയും അവർക്ക് വേണ്ട കെയറിങ് ഏത് രീതിയിലാണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കാനും അതൊക്കെ കഴിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് എവിടെ കൊടുക്കണം? ഇവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അല്ലെങ്കിൽ അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് കിട്ടേണ്ടതാണ്. അതാണ് ഫസ്റ്റ് വൺ. ഇനി എന്താണ് സെക്കൻഡ് വൺ? എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് നഴ്സസ്, അല്ലെങ്കിൽ ആ നഴ്സുമാരെ നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ദേ ഹാവ് ടു ബി അലോട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ റിക്വയർഡ് ഫോർ ആർ യൂസ്ഡ്, അല്ലെങ്കിൽ ദേ ആർ ബെസ്റ്റ് യൂസ്ഡ് എന്നാ പറഞ്ഞേക്കണേ. അവരുടെ ജോലിയിൽ, ഹോസ്പിറ്റലിൽ അവരുടെ ജോലി പരമാവധി ഉപയോഗപ്പെടുത്തുക, അവരുടെ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ആ രീതിയിൽ ദേ ഹാവ് ടു ബി അലോട്ടഡ് ദെയർ വർക്ക്. അവർക്ക് അവരുടെ ജോലികൾ തരംതിരിച്ചു കൊടുക്കുക. അപ്പൊ ഏത് നഴ്സ് നിന്നും കൂടുതൽ എന്താ പറയാ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ എങ്ങനെയാണ് വഴി എന്ന് നോക്കി മാത്രമാണ് ഇവരെ അവരവരുടെ ഓരോ പൊസിഷനിലേക്കും അലോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ കാത്തലാബിൽ വർക്ക് ചെയ്യുന്നതാണോ,
ICU വർക്ക് ചെയ്യുന്നതാണോ, ഇപ്പൊ ഒരു നഴ്സിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അവർ ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് കിട്ടിയേക്കണേന്ന് നോക്കിയിട്ട് എവിടെ അപ്പോയിന്റ് ചെയ്യണം എന്ന് ഹാവ് ടു ഡിസൈഡ്. അവരതിന് തീരുമാനമെടുക്കണം. അപ്പൊ അങ്ങനെ ദേ ക്യാൻ മാക്സിമം യൂട്ടിലൈസ് ദാറ്റ് മാൻ പവർ. ആ ഒരു നഴ്സിനെ അവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ 2 ബേസിക് ആയിട്ടുള്ള എലമെന്റുകളാണ് എന്തിലുള്ളത്, സ്റ്റാഫിങ്ങിലുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓഫ് നേഴ്സ്. നേഴ്സിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എത്രയുണ്ടെന്ന് നിശ്ചയിച്ച് അതനുസരിച്ചിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ ട്രെയിനിങ് അനുസരിച്ചിട്ട് തന്നെയാണോ, അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളതൊക്കെ അറിയാം. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് പറ്റും, അത് പ്രശ്നമാകും. ഇപ്പൊ പ്രാക്ടിക്കൽ നോളജാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ 1-2 വർഷം ഫസ്റ്റ് ഇയറിലാണ് കൂടുതലും ബുക്ക് നോളജ് കിട്ടുന്നുള്ളൂ. പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. അതാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിലൊക്കെ ആകുമ്പോൾ പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഹാഫ് ബുക്കുകളിൽ നിന്നുള്ളതും ബാക്കി ഹാഫ് ടൈം ദേ ഹാവ് ടു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽസ്. അവർക്ക് ഹോസ്പിറ്റൽസിൽ അവർക്ക് ഡ്യൂട്ടി പോലെ കൊടുക്കും. തേർഡ് ഇയർ ആകുമ്പോൾ ഫുള്ള് ഡ്യൂട്ടീസ് ആണ്. അവിടെ അന്നേരം ബുക്കിൽ നിന്നുള്ള നോളജ് അല്ല. മനസ്സിലായോ? അപ്പൊ ഇത്ര പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കിട്ടിയവരാണോ നഴ്സ് എന്ന് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അവരത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ മാൻ പവർ അല്ലെങ്കിൽ നഴ്സ് എന്ന് പറയുന്നവരെ അവർ യൂസ് ചെയ്യേണ്ടത് അവരുടെ ഹോസ്പിറ്റലിന് വേണ്ടി. അപ്പൊ പ്രാക്ടിക്കൽ നോളജിന് പുറമെ അത് കിട്ടുന്നത് മാക്സിമം ഹോസ്പിറ്റൽസിലേക്ക് എങ്ങനെ ബെസ്റ്റ് അവരെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ 2 എലമെന്റുകളാണ് സ്റ്റാഫിങ്ങിനുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് nursing staffs, and 2 maximum utilization of these nursing staff for the development of the hospital. ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി how can we use this nurse, ഇവരെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി പ്രോപ്പർ അലോട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഏത് പോസ്റ്റിലാണ് ഇവരെ പോസ്റ്റ് ചെയ്യേണ്ടത്, കാത്ത് ലാബിൽ വേണോ, ICU വേണോ, അല്ലെങ്കിൽ സാധാ ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ വേണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്ത് ആണ് എന്ത് ചെയ്യേണ്ടത്, അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ജോലികൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ 2 ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആണ് സ്റ്റാഫിങ്ങിനുള്ളത്. ക്ലിയർ ആയോ? 2 എലമെന്റ് മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് വായിച്ചു നോക്കിയാ. 2 എലമെന്റ്, കുഞ്ഞു 2 എലമെന്റുകളാണ്. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടാകുക നഴ്സുകളുടെ എണ്ണത്തില്. ആ എണ്ണത്തിന് അനുസരിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനനുസരിച്ചിട്ട് അവർക്ക് നഴ്സിൽ നിന്ന് അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ജോലി കൃത്യമായി തരുന്ന രീതിയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും. ഇപ്പൊ കുറെ നഴ്സസ് ഉണ്ട്, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ചവറ് പോലെ അവിടെ ഇവിടെയൊക്കെ നീ അങ്ങോട്ട് പോക്കോ അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് ജോലിക്കായാലും അങ്ങനെ തന്നെയാണ്. ആർക്കാണോ ഇന്ന ജോലി, പർട്ടിക്കുലർ ജോലി ചെയ്യാൻ കഴിവുള്ളത് അവരെ അങ്ങോട്ടേക്ക് അപ്പോയിന്റ് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. അയച്ചു നോക്കാം. ഓക്കെ, വായിച്ചില്ലേ? എലമെന്റ്സ് ഓഫ് നഴ്സിംഗ് കിട്ടിയില്ലേ? 2 കുറച്ചെടുക്കണുള്ളൂ. വായിച്ചു. ഓക്കെ, അടുത്തത് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. അവിടെ വരെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം പുതിയ ചാപ്റ്റർ ആയതുകൊണ്ടും മാത്രമല്ല കുറച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അത്രേ എടുക്കുള്ളൂ. അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആ ഒരു ടോപ്പിക് ഒരു ഇച്ചിരി ഭാഗം അങ്ങോട്ട് തീരുമല്ലോ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഈ സ്റ്റാഫിങ്ങിന്റെ ഒരു സമ്പ്രദായം എങ്ങനെയാണ്, സിസ്റ്റം എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് ഫോമില് ഹൗ ക്യാൻ ദേ മേക്ക് ദ സ്റ്റാഫ് നഴ്സസിനെ എങ്ങനെ അവർക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, they have to first recognize which type of care should be given to the patient for a day or a shift. അതായത് ഒരു ഷിഫ്റ്റില് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേയില് ഇപ്പൊ ഇന്നത്തെ ദിവസം
ഇന്ന സ്ഥലത്തേക്കൊക്കെ നഴ്സുമാരെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് ദേ ഹാവ് ടു ഫസ്റ്റ് റെക്കഗ്നൈസ് എവിടെയാണ് ഏത് ടൈപ്പ് ഓഫ് നഴ്സുമാരെ വിടണേന്ന് നോക്കണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് നഴ്സുമാരാണ് അവൈലബിൾ ആണെന്ന് ആദ്യം തന്നെ നോക്കണം. എന്നിട്ട് ഏതൊക്കെ പേഷ്യൻസിന്റെ അടുത്തേക്ക് ഇവരെ വിടണം. അപ്പൊ ഷിഫ്റ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ ഡേ ടൈമിൽ മാത്രമാണെങ്കിലോ അത് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ നോംസ് ആണ്. ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ചിട്ട് ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ ഡേക്ക് ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവരാണെങ്കിലും എങ്ങനെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം, മനസ്സിലാക്കണം. അതിനുശേഷം സ്റ്റാഫിംഗ് കപ്പാസിറ്റി നോക്കുക, ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് എത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് ബെഡ്സ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്, ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതൊക്കെ അടിസ്ഥാനത്തിലാണ്. അതായത് എത്ര ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി സ്റ്റാഫിംഗ് കൊടുക്കുന്നത് നമുക്കറിയാം. എത്ര നഴ്സുമാര് ഒരു ഹോസ്പിറ്റൽ, വലിയക്കാട്ടൊരു ഹോസ്പിറ്റലാണെങ്കിൽ ആകെ 5-6 നഴ്സുമാരുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓർ സ്റ്റാൻഡേർഡ് ഓർ ദ കപ്പാസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഓർ ദ നമ്പർ ഓഫ് ബെഡ്സ്. അവിടെ ഹോസ്പിറ്റലിന്റെ ബെഡിന്റെ അടിസ്ഥാനത്തില്, അതുപോലെ തന്നെ എന്താ പറയാ അവൈലബിലിറ്റി ഓഫ് നഴ്സുമാരുടെ അടിസ്ഥാനത്തില്, ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തില്, പിന്നെന്താണ് അവര് കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റാഫിംഗ് നടത്തുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് നടത്തുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് കെയറിംഗ് ആണ് ഓരോ പേഷ്യൻസിന് കൊടുക്കേണ്ടതെന്ന് കൂടി ദേ ഹാവ് ടു റെക്കഗ്നൈസ്. അപ്പൊ ഇത്രയും 2 കാര്യങ്ങൾ നമ്മൾ സ്റ്റാഫിംഗിൽ ശ്രദ്ധിക്കേണ്ടതും അത് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് സ്റ്റാഫിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അപ്പൊ അവരെ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി മാത്രമല്ല ദേ ഹാവ് ടു പ്രീ പ്ലാൻ, അതായത് നേരത്തെ തന്നെ അവർ മുൻകൂട്ടി അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യണം ദാറ്റ് നഴ്സിംഗ് വർക്ക് എന്ന് പറയുന്നത് വർക്ക് ലോഡ്, അത് അവര് വർക്ക് ലോഡ് ആകരുത്. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രയാണെന്നും അതുപോലെ തന്നെ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന് എത്ര നഴ്സിനെ കൊടുക്കണം എന്നുള്ളതും ഒക്കെ നേരത്തെ കൂട്ടി അവര് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഒരു വാർഡാണ്, വാർഡില് 5 പേഷ്യൻസ് കിടക്കുന്നുണ്ട്. സോ ഹൗ മെനി നമ്പർ ഓഫ് നഴ്സസ് ഹാവ് ടു ബി പ്രൊവൈഡഡ്, അവിടെ എത്ര നഴ്സുമാരെ കൊടുക്കണം എന്നുള്ളത്. ഇനി അവിടെ കിടക്കുന്ന രോഗികളെല്ലാം ഒരേ ടൈപ്പ് ഓഫ് രോഗികളല്ല. നോക്കി അവിടെ പറയുന്നുണ്ട് പല കാറ്റഗറിയിലാണ് അവിടെ പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ വരിക. ആ കാറ്റഗറിയിൽ ഇങ്ങനെ പറയാം നമുക്ക് അതിനെ സെൽഫ് കെയർ, അവനവന്റെ കാര്യം നോക്കാൻ പറ്റുന്ന രോഗികൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് മിനിമം ചെറിയൊരു കൈസഹായമൊക്കെ ചെറുതായിട്ടൊക്കെ, അധികം വലിയ കെയറിംഗ് ഒന്നും കൊടുക്കണ്ട. പിന്നെ എന്താണ് ഫുൾ കെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയാ, ചിലപ്പോ എഴുന്നേറ്റ് ഒന്ന് ഇരിക്കാൻ സഹായിക്കുക, ഒന്ന് നടന്ന് ബാത്റൂമിലേക്ക് ടോയ്ലറ്റ് വാഷ്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടി സഹായിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഫുൾ കെയർ. ഇന്റൻസീവ് കെയർ എന്ന് പറയുമ്പോൾ എന്താ, ദേ കനോട്ട് മൂവ് അറ്റ് ഓൾ, എന്തെങ്കിലും ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ തിരിച്ചു കിടത്തുക, അനക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഭക്ഷണമൊക്കെ ചിലപ്പോൾ നമുക്കറിയാം അതൊക്കെ ട്യൂബിലൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ആ സമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 4 കാറ്റഗറി ഓഫ് പേഴ്സൺസ് മേ ബി ദർ ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നീഡ്സ് മനസ്സിലാക്കി, അപ്പൊ കെയറിംഗ് നീഡ്സ് മനസ്സിലാക്കി ഓരോ കാറ്റഗറിയും വ്യത്യസ്തമാണ്. അപ്പൊ എന്താ പറയാ, അവനവന്റെ കാര്യം നോക്കാൻ പറ്റുന്ന സെൽഫ് കെയർ ആയിട്ടുള്ള രോഗികളുണ്ട്, മിനിമൽ കെയർ വേണ്ടവരുണ്ട്, ഫുൾ കെയർ വേണ്ടവരുണ്ട്, ഇന്റൻസീവ് കെയർ വേണ്ടവരുണ്ട്. അപ്പൊ കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ദിസ് പേഷ്യൻസ് ഡിഫർ. അവര് പേഷ്യൻസിന്റെ ഈ കാറ്റഗറി അനുസരിച്ച് അവരുടെ എന്താ പറയാ കെയറിംഗ് കൊടുക്കേണ്ട കാര്യത്തിലും വ്യത്യസ്തതയുണ്ട്. സോ ദേ ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് വേണം നഴ്സസിന്റെ വർക്ക് ലോഡ് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതാണ് സ്റ്റാഫിങ്ങിന്റെ ആ ഒരു സമ്പ്രദായം. അപ്പൊ സ്റ്റാഫിംഗ് സമ്പ്രദായം എന്ന് പറയുന്നത് ഫസ്റ്റ് ദേ ഹാവ് ടു റെക്കഗ്നൈസ് ദ അവേഴ്സ്, അതായത് കെയർ അവേഴ്സ് ഗിവൺ ടു ദ പേഷ്യൻസ് ഇൻ എ ഡേ ഓർ എ ഷിഫ്റ്റ്. ഓരോ പേഷ്യൻസിന് കൊടുക്കേണ്ട കെയറിങ് എത്ര മണിക്കൂറുകളാണ് ഒരു ദിവസത്തിൽ, അല്ലെങ്കിൽ എത്ര മണിക്കൂറുകളാണ് ഒരു ഷിഫ്റ്റിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കറിയാം ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, ഇത് ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ്, അവരുടെ നമ്പർ ഓഫ് പേഷ്യൻസ്, പിന്നെ എന്താ പറയാ നമ്പർ ഓഫ് ബെഡ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ they have to find out the total number of patients in a hospital who have to be given self care, minimum care, അതല്ലെങ്കിൽ എന്താ പറയാ ടോട്ടൽ കെയർ, ഫുൾ കെയർ, പിന്നെ ഇന്റൻസീവ് കെയർ, ഇതൊക്കെ മനസ്സിലാക്കി വേണം അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടത്താനായിട്ട്.
അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ കെയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്റ്റാഫിംഗ് നടത്തണേന്ന് ആ സമ്പ്രദായമാണ് പറഞ്ഞത്. മനസ്സിലായോ? 4 കാറ്റഗറീസിലാണ് പേഷ്യൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് കെയറിൽ വരിക. മിനിമം കെയർ എന്ന് പറയുമ്പോൾ ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും. എന്താ പറയാ, ചിലപ്പോ ഒന്ന് പിടിച്ച് എന്താ പറയാ കെട്ടിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ സഹായിക്കോ, അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി പതുക്കെ ഒന്ന് വെറുതെ ഒരു ആളവിടെ നോക്കാൻ മാത്രം. അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസിൽ 4 കാറ്റഗറീസ് ആയിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള അലോക്കേഷൻസ് ആണ് നഴ്സസിന് നടത്തേണ്ടത്. ഒന്ന് വായിച്ചു നോക്കുക. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് കുഞ്ഞു പാരഗ്രാഫാണ്. എന്തെങ്കിലും സംശയമുണ്ടോ ആ പാരഗ്രാഫില്? എല്ലാം വാക്കുകളൊന്നും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വായിച്ചു മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് നോക്കണം. കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടി എഴുതാം. മറ്റേതിലെ 10 ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. അത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് വരണം. ഇതിൽ നിന്നും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നാലോ? വേണ്ടേ? ടൈമില്ലേ? ഏതാ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, എഴുതിക്കോ. Dash is a profession. Dash is a profession. കുറച്ച് ക്വസ്റ്റ്യൻസ് തരുള്ളൂ കേട്ടാ. ഒരു 3-4-5 ഒക്കെ ഉണ്ടാവുന്നാവോ? കാരണം ഡോക്ടേഴ്സിന് വേറെ ക്വസ്റ്റ്യൻസ് എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ വേറെ. Dash is a profession that offers services which benefit the health and well-being of the people. Well-being, WELL, ഒരു ഹൈഫൻ ഇടാ, BEING, well-being of the people. അടുത്തത് which are the important tasks ഒരു S കൂടി ചേർക്കണം. important tasks in nursing administration. Which are the important tasks in nursing administration? അടുത്ത ക്വസ്റ്റ്യൻ. Dash means the continuous process of searching, choosing, analyzing,
and creating relationships and creating working relationships with the employees. Working relationships with the employees. Next one. Selecting and appointing personnel. Selecting and appointing personnel. Selecting and appointing personnel. PERSONNEL personnel. Selecting and appointing personnel from the obtainable applicants. From the obtainable, OBTAINABLE, obtainable applicants is dash process. Is dash process. അടുത്തത് which are the important elements of staffing? Which are the important elements of staffing? Which are the important elements of staffing? Staffing in the important element. Okay, 3 questions മതി. 3 questions. മറ്റേ ഇപ്പൊ 5 questions പുതിയ ചാപ്റ്ററിലെ 5 പിന്നെ മറ്റേതിലെ ഫാർമസിയിലെ ഒരു 10 ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ 10ഉം 5ഉം 15 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ 15 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ടൊക്കെ ഇരിക്കാം അടുത്ത ദിവസത്തേക്ക്. ഏതെങ്കിലും വാക്കുകളുടെ മീനിങ് കിട്ടാനുണ്ടോ? ഈ ഒരു ഇത്ര എടുത്ത ടോപ്പിക്കില് കുഞ്ഞ് ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. അല്ല മലയാളം മീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലും ഒന്ന് ചോദിച്ചേക്ക് കേട്ടാ. ഏതെങ്കിലും ഒരു മീനിങ് അറിയില്ലാത്ത എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ്. ഇല്ല, അറിയാത്ത വാക്കുകളൊന്നുമില്ല. എല്ലാം അറിയാവുന്ന വാക്കുകളാണ്. അറിയാവുന്നവരായിരിക്കും, കാരണം നിങ്ങൾ എല്ലാവരും ഡിഗ്രിക്കാരാണല്ലോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എല്ലാ വാക്കുകളൊക്കെ കുറെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയൊക്കെ കേട്ടേക്കണ വാക്കുകളാണ്. ഒന്നും പുതിയ വാക്കുകളൊന്നുമില്ല. ഫ്ലൂഗൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, FRUGAL. ഒരു ഇക്കണോമിക്കൽ മാനർ ആണ്. മിതവ്യയം എന്നാണ് അർത്ഥം. മിതവ്യയം അല്ലെങ്കിൽ ഇക്കണോമിക്കൽ മാനർ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ മറ്റൊരു വേർഡ്. എന്റെ സിനോണിം അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം തുടങ്ങി ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേക്ക്.
ഓക്കെ, വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? Yes. ഇല്ല. ഇമ്പാർട്ടഡ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഇമ്പാർട്ടഡ്, IMPARTED എന്താ? ഇമ്പാർട്ടഡ് ഓർ ട്രെയിൻഡ്. ഇമ്പാർട്ടഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കൺവേഡ് എന്ന് അർത്ഥം കേട്ടാ. കൺവേഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണോ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്ന രീതിയിൽ അവരുടെ കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ പരമാവധി എന്താ പറയാ കെയറിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതാണ് നഴ്സസിലെ. നഴ്സ് ഇപ്പൊ നമുക്ക് പഠിക്കുന്നവർക്ക് ആർക്കും നഴ്സ് ആകാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവരുടെ ആ ഒരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, അത് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെയാണ്. ആ ട്രെയിനിങ്ങിനാണ് പ്രത്യേകത. അവർക്ക് എന്തെങ്കിലും ജോലി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ പറയും സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഉണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കിടന്ന് പണിയെടുത്തോണ്ടേ ഇരിക്കുക അല്ലെ. പക്ഷെ അത് സ്മാർട്ടായിട്ടും ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ രണ്ടു കൂട്ടർക്കും ജോലി ആർക്കാണോ ചെയ്ത് കിട്ടുന്ന അവർക്കും ആരാണോ ചെയ്യുന്നത് അവർക്കും രണ്ടു കൂട്ടർക്കും സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. ആ രീതിയിലൊക്കെ ആകണമെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള നോളജ് ആയിരിക്കണം കിട്ടിയിരിക്കുക ട്രെയിനിങ്ങിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇന്ന്. ഇത്രയും പേജ് എടുക്കാൻ ചെറിയ ടോപ്പിക് മാത്രം എടുത്തതിന്റെ കാരണം ഒന്ന്, ഇത് നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലും ഈ ബികോമും ഒക്കെ എടുത്തുകൊണ്ട് വന്നവരായതുകൊണ്ടാണ് കേട്ടോ. ഇത് നഴ്സിംഗിന്റെ ഇതിലേക്ക് പോന്നേക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഇന്ന്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ, സീ യു. Thank you, Miss. Thank you, Miss. Okay.